കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ ഭീകരമായിട്ടാണ് KS യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ഗുരുതരമായ സ്ഥിതിയിൽ അവർ ആശുപത്രിയിലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് തോന്നുന്നത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ തീരുമാനം കൊണ്ട് മാത്രമായിരിക്കില്ല ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തത്. ഈ സംഭവത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആയിരിക്കാം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ രൂപത്തിൽ ആക്രമിക്കപ്പെട്ടത്. കഴുത്തിന് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്, തോളലിന് പരിക്കുണ്ട്. അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ മുമ്പാണെങ്കിൽ ചില സമരങ്ങൾ നടത്തിയ അവസരത്തിൽ പോലീസ് വെടിവയ്പ് നടത്തിയിട്ടുണ്ട്. ആ വെടിവയ്പ്പിൽ മരിച്ചവരുണ്ട്. DYFIക്ക് നേരെയാണ് വെടിവയ്പ് നടത്തിയത്. അതിന് കാരണക്കാരാണെന്ന് കരുതിയിരുന്ന ആൾക്കാർക്കെതിരെ പോലും, അന്ന് മന്ത്രിയായിരുന്ന ആൾക്കാർക്കെതിരെ പോലും ദേഹത്തൊരു പൂ പോലും വാരിയിടുന്നതിന് വേണ്ടി, ദേഹത്തൊരു പൂവിട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കുന്നതിന് വേണ്ടി അന്ന് കേരളത്തിലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടില്ല. ഇത് തീക്കട്ട കൊണ്ട് തലചൊരുകയാണെന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് KSകാർക്ക് നല്ല ബോധം വേണം. ഞങ്ങൾ എന്തായാലും പകരത്തിന് പകരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ഇതിൽ കേരളത്തിലെ ജനങ്ങൾ ഇതിൽ പ്രതിഷേധിക്കേണ്ട രീതിയിൽ പ്രതിഷേധിക്കും. ഒരു വനിതയ്ക്കാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാഡം സോണിയാഗാന്ധിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് എന്ന് സംബന്ധിച്ചിടത്തോളം കൂടി കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ സംഭവത്തിൽ വളരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അക്രമം മാത്രമല്ല, തരംതാണ വളരെ മോശപ്പെട്ട, നിലവാരമില്ലാത്ത, രാഷ്ട്രീയ മര്യാദയില്ലാത്ത പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്.